ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഭിനയുദ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് കക്ക റോസ്റ്റ് ആണ്. അപ്പം നമുക്ക് അതിൻ്റെ വീഡിയോസിലേക്ക് കാണാം. ഞാൻ കക്ക ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഗായ്സ് നമ്മൾ ഗ്യാസിലേക്ക് ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം. ഇനി നമുക്കിതിൽ കടുവിടാം. ഇനി ഇതിലേക്ക് നമുക്ക് 3-4 പച്ചമുളക്, 5-6 വെളുത്തുള്ളി, ഒരു കൊച്ചിഞ്ചി, ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, 3-4 തണ്ട് കരിവേപ്പില. ഇത് നമുക്കിനി ഇളക്കാം. എനിക്ക് വെളുത്തുള്ളി 2 സവാള, ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. നമ്മൾ കക്കയ്ക്കകത്ത് ഉപ്പിട്ടത് കാരണം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടാൽ മതി. ഗായ്സ്, നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയൊക്കെ ഇടാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി മിക്സ് ചെയ്യാം. നമുക്ക് 1 സ്പൂൺ ഗരം മസാലയും കൂടി ഇടാം. ഇച്ചിരി കുരുമുളക് പൊടി, നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള കക്ക ഇതിലേക്ക് ഇടാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാനൊരു തക്കാളിയും കൂടി ഇട്ടായിരുന്നു. ഞാൻ തക്കാളിയുടെ അത് എടുക്കാൻ മറന്നുപോയി. കൊച്ചു തക്കാളി ആയിരുന്നു. നമ്മൾ കൂടുതൽ തക്കാളിയൊന്നും ഇടത്തില്ല. നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിനെ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല കളറൊക്കെ ഗായ്സ്, നമുക്ക് ഈ ഗാർണിഷ് ചെയ്യാനായിട്ട് മല്ലിയില ഇടാം. ഗായ്സ്, എനിക്ക് കക്കയിറച്ചി പൊതുവേ ഇഷ്ടമാണ്. ഞാൻ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കും. ചോറായിക്കോട്ടെ, ദോശ ആയിക്കോട്ടെ, റൊട്ടി ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെ കൂടെ ഞാൻ ഈ കക്കയിറച്ചി കഴിക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടമായത്. ഇതിൽ ഒത്തിരി കാൽഷ്യം ഉണ്ട്. നിങ്ങൾ എപ്പം കണ്ടാലും ഇത് വേടിച്ച് കഴിക്കണം. നമ്മുടെ കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സർവിങ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ഇത് ഇനി ലാസ്റ്റ് ഗാർണിഷിന് വേണ്ടി ഞാൻ ഇച്ചിരി മല്ലിയില മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് ഗാർണിഷ് ചെയ്യാം. നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചെയ്യാൻ വേണ്ടി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഭയങ്കര ചൂടായി. ഇതിന് കാവി പറഞ്ഞു. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു സാധനം എൻ്റെ അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മൊത്തം പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതും കൊണ്ട് കഴിക്കാം.
ടേസ്റ്റ്. ഇത് കഴിക്കാതിരിക്കാനേ തോന്നുന്നില്ല. ഇനി ഇത് ഞാൻ ഒറ്റയ്ക്കൊന്നല്ല ചെയ്തത്, എൻ്റെ അമ്മൂമ്മയെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ക്യാമറാമാനായിരുന്നു. അമ്മൂമ്മയാണ് ഇത് കാര്യങ്ങളെല്ലാം കുക്ക് ചെയ്തത്. നിങ്ങൾ ഇതേപോലെ കക്ക വല്ലതും കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും മേടിച്ച് കഴിക്കണം. നല്ല ടേസ്റ്റാണ്. ഇതേപോലത്തുള്ള യൂസ്ഫുൾ വീഡിയോസിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യണം. ബൈ.